കേരളം ഇതുവരെ കണ്ടിട്ടില്ല തരത്തിലുള്ള അത്രയും വിവാദ കൊടുങ്കാറ്റ് വീശിയ ഒരു തിരഞ്ഞെടുപ്പാണ്, ഒരു ഉപതിരഞ്ഞെടുപ്പാണ്. ആ ഉപതിരഞ്ഞെടുപ്പിലാണ് ജനങ്ങൾ വിധിയെഴുതുന്നത്. 2 മുന്നണി മാറ്റങ്ങൾ, 2 ചേരി മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ഉപതിരഞ്ഞെടുപ്പ് കാലം. ട്രോളി മുതൽ കത്ത് വരെ ചർച്ചയായ വലിയ വിവാദ കാലം. അതിനൊക്കെ തടയിട്ട് ഏറ്റവും ഒടുവിൽ പാണക്കാട് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനം വരെ, പത്രപരസ്യം വരെ ചർച്ചയായ, തിരഞ്ഞെടുപ്പിന്റെ തലേന്ന് പോലും രാഷ്ട്രീയ വിവാദങ്ങളുണ്ടായ ഒരു തിരഞ്ഞെടുപ്പ്, ഒരു പ്രചരണ കാലത്തിനാണ് അവസാനമിട്ട് ജനങ്ങൾ ഇന്ന് പാലക്കാട് വിധി എഴുതുന്നത്. പാലക്കാടൻ പോരിൽ ആര് ജയിക്കും എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ 23 വരെ കാത്തിരിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തെ 3 മുന്നണികളും ഒരുപോലെ വിജയപ്രതീക്ഷ വച്ച് പുലർത്തുന്ന പാലക്കാട് മണ്ഡലത്തിലെ ഉപതിരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. രാവിലെ 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചു. പലയിടത്തും, കുറച്ച് സ്ഥലത്ത് 12 ഇടത്ത് ചെറുതായി വോട്ടിംഗ് തടസ്സപ്പെട്ടു. പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. 8 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആകുമ്പോൾ ഇതുവരെ 6.34% വോട്ടിംഗ് പെർസെന്റേജായി പുറത്ത് വന്നിട്ടുള്ളത്. സരീഷ് തുടരുന്നുണ്ട് നമുക്കൊപ്പം. സരീഷ്, കൽപ്പാത്തി രഥോത്സവത്തിന് വേണ്ടി നീട്ടിവെച്ച ഉപതിരഞ്ഞെടുപ്പാണ് ഈ വിധി എഴുതിക്കൊണ്ടിരിക്കുന്നത്. സരീഷ് നിൽക്കുന്നതും കൽപ്പാത്തിയിലാണ്. എങ്ങനെയുണ്ട് 8 മണി കഴിഞ്ഞ് 8:30ലേക്കൊക്കെ കാര്യങ്ങൾ എത്തുമ്പോൾ അവിടുത്തെ തിരക്ക്, മറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സേതുലക്ഷ്മി, ആൽവിൻ പറയുന്ന, അല്ലെങ്കിൽ ആൽവിൻ്റെ ഒരു ആവേശത്തോടൊപ്പം നിലവിലെ സാഹചര്യത്തിൽ എനിക്ക് ചേരാൻ കഴിയില്ല. കാരണം വിരലിൽ എണ്ണാവുന്ന വോട്ടർമാർ മാത്രമാണ് ഇവിടെയുള്ളത്. ആദ്യ മണിക്കൂറിൽ വലിയ പ്രതികരണം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നിലവിൽ ഈ ബൂത്തിൽ മാത്രം 10%-ലേറെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ നേരെ ആളുകൾ എത്തുന്നു, നേരെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നൊരു സാഹചര്യമാണ്. കൽപ്പാത്തിയിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ സമയങ്ങളിലൊന്നും തന്നെ, അതായത് ഈ ആദ്യ മണിക്കൂറുകളിൽ ആളുകൾ കൂടുതലായി എത്തുകയും വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമീപനമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ മണിക്കൂറുകളിൽ കൃത്യമായി വലിയ തിരക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്രത്തോളം തിരക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാവില്ല. ഇപ്പോൾ പ്രായമുള്ള ഒരു വ്യക്തിയെ വോട്ട് ചെയ്യാനായി കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും, അതായത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ പോലും അവരെല്ലാം തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തി വോട്ട് ചെയ്യണം എന്നൊരു നിർബന്ധമുള്ള ആളുകളാണ് ഈ കൽപ്പാത്തി മേഖലയിലുള്ളവർ. അതുകൊണ്ട് തന്നെ അവരെല്ലാം വീടുകളിൽ നിന്നുള്ള സൗകര്യം ഒഴിവാക്കി ഇത്തരത്തിൽ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ ഇനിയും അടുത്ത മണിക്കൂറുകളിൽ, ആദ്യ മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള ക്യൂ ഇവിടെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 10%-ലേറെ വോട്ട് ഇപ്പോൾ തന്നെ ഈ ബൂത്തിൽ, അതായത് 25-ാം നമ്പർ ബൂത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് ആകെ 1196 വോട്ടർമാരാണ് ഉള്ളത്. കൂടുതലായി സ്ത്രീ വോട്ടർമാർ തന്നെയാണ് ഇവിടെയും. മണ്ഡലത്തിൻ്റെ പൊതു സ്വഭാവം നോക്കിയാൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതലായി ഉള്ളത്. സമാനമായി ഈ ബൂത്തിലും 638 സ്ത്രീ വോട്ടർമാരും 558 പുരുഷ വോട്ടർമാരുമാണ് ഉള്ളത്. അപ്പോൾ സ്ത്രീ വോട്ടർമാർ ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ കൂടുതലായി ഇങ്ങോട്ടേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം രാവിലെ കൂടുതലായി നമ്മൾ കണ്ടത് പുരുഷ വോട്ടർമാർ ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് വോട്ട് ചെയ്യാൻ എത്തുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം ജോലി സ്ഥലത്തേക്കും മറ്റുമൊക്കെ ആളുകൾ കൂടുതലായി പോവേണ്ടതുള്ളതിനാലാണ് അത്രത്തോളം കൂടുതലായി ഇങ്ങോട്ടേക്ക് ആളുകൾ ഒരുമിച്ച് എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, പാലക്കാട് എപ്പോഴും രാവിലെ ഉണരുന്നൊരു നഗരമാണ്. പ്രഭാത രീതി, അതായത് നടക്കാനും ഒപ്പം തന്നെ ജിം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകൾ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ നേരെ വോട്ട് ചെയ്യാൻ ഇങ്ങോട്ടേക്ക് എത്തുന്ന, അതായത് അവിടെ നിന്നും നേരെ ഇങ്ങോട്ടേക്ക് എത്തുന്നൊരു രീതി കൂടിയുണ്ട്. ചേട്ടാ, ഈ രാവിലെ നടത്തം കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നതാണോ? അതെ അതെ അതെ. മോർണിംഗ് വാക്ക് ഒരു 5:30 മണി മുതൽ 6:45 വരെ നടന്നിട്ട് പിന്നെ കുളിച്ച് നേരെ ഇവിടെ വന്നത്. അതെ, എല്ലാ തവണയും ഇങ്ങനെ രാവിലെ വന്ന് വോട്ട് ചെയ്യാതെ? അതെ. ഇതവണ വലിയൊരു ആവേശം തെരഞ്ഞെടുപ്പിലുണ്ട്. അത് തീർച്ചയായിട്ടും. പിന്നെ മുഴുവൻ ഫോക്കസും ഇവിടെ തന്നെയാണല്ലോ, വേറെ മണ്ഡലങ്ങളിലൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻറ്റയർ ഫോക്കസ് ഈസ് ഓൺ പാലക്കാട്. അതെ. എങ്ങനെയുണ്ട് ഒരു ത്രികോണ മത്സരം ഫേസ് ചെയ്യുന്നുണ്ടോ വോട്ടർ എന്ന രീതിയിൽ? വോട്ടർ എന്ന രീതിയിൽ ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് എൻ്റെ ഒബ്സർവേഷൻ, പേഴ്സണൽ ഒബ്സർവേഷൻ. പോളിംഗ് ശതമാനത്തിലൊക്കെ വർധനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരു 5% നോർമലായിട്ട് പോൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട്, കാണുന്നുണ്ട്. സാധാരണ ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങനെ പോളിംഗ് കുറവ് ഉണ്ടാവാറുണ്ട്. അതെ 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 അതെ. ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ മൊത്തം ട്രെൻഡ് വേറെയാണ്. വാശി കൂടുതലാണ് മൂന്ന് പാർട്ടികൾക്കും. ഈ വിവാദങ്ങൾ എങ്ങനെയാണ് വോട്ടർമാരിൽ ചർച്ചയായിട്ടുണ്ട്? വിവാദങ്ങൾ വലിയ ഇതല്ല, കാരണം ആൾറെഡി ചില തീരുമാനങ്ങൾ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഈ വിവാദങ്ങൾ കാരണം തീരുമാനമൊന്നും മെജോറിറ്റി വോട്ടർമാരും മാറ്റില്ല. അതെ അതെ. കാരണം വിവാദങ്ങൾ അത് സാധാരണയാണല്ലോ. ആ വിവാദങ്ങളുടെ ഒരു പോരാട്ടം തന്നെയാണല്ലോ. ആ വിവാദങ്ങളൊന്നും കാര്യമാക്കില്ല. അതെ. നേരത്തെ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്? നേരത്തെ തന്നെ ഉറപ്പിച്ചതാണ്. അതെ, നേരത്തെ തന്നെ ഉറപ്പിച്ചതാണ്. അതോടൊപ്പം തന്നെ വിവാദങ്ങളൊന്നും ചർച്ചയാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ്
വിവാദങ്ങളൊക്കെ ചർച്ചയാവുമെന്ന് തോന്നുന്നുണ്ടോ പേഴ്സണലി? തോന്നുന്നുണ്ട്. മൂന്നും ഒപ്പത്തിനൊപ്പമാണ്. ഇനി പറയാൻ പറ്റില്ല, അങ്ങനെ വരും എന്നുള്ള പറയല്ല. മൂന്നാളും നല്ല മത്സരമാണ്, നല്ല മത്സരമാണ്. പാലക്കാട് കഴിഞ്ഞ കണ്ടതിനേക്കാൾ കൂടുതൽ ഒരു കടുത്ത മത്സരമാണ് ഈ വിരാസം ഒപ്പത്തിനൊപ്പമാണ്. എന്ത് സംഭവിക്കാം, എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. എന്താ പ്രതീക്ഷിക്കുന്നത്? പറയില്ല. 23-നാണ്. ശരി, അത് തന്നെയാണ്. കാരണം വലിയ കടുത്ത മത്സരം, ത്രികോണ മത്സരം ഉണ്ടാകും എന്ന് തന്നെയാണ് വോട്ടർമാർ നമ്മളോട് പറയുന്നത്. അതിനപ്പുറം സരീഷ്, വോട്ട് ചെയ്യാൻ വന്ന് നിൽക്കുന്ന ക്യൂവിൽ നിൽക്കുന്ന ഓരോ മനുഷ്യരും കൃത്യമായി ഈ നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം വീക്ഷിക്കുന്നു, അതെല്ലാം വിലയിരുത്തുന്നു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. തീർച്ചയായും കൽപ്പാത്തി അല്ലെങ്കിൽ ഈ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി രാഷ്ട്രീയ ബോധമുള്ളവരാണ്, രാഷ്ട്രീയ ബോധ്യമുള്ളവരാണ്. അതോടൊപ്പം ആനുകാലിക സംഭവങ്ങളെ കൃത്യമായി വിലയിരുത്തുന്നവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം തന്നെ, ഈ വിവാദങ്ങളാവട്ടെ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ കാലമാറ്റങ്ങളാവട്ടെ, എല്ലാം തന്നെ കൃത്യമായി അവലോകനം ചെയ്യുകയും അവരുടെ ഒരു നിലപാടിലേക്ക് എത്തുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ കൃത്യമായി രാഷ്ട്രീയം പറയുന്ന ഒരു മണ്ണ് കൂടിയാണ് ഈ പാലക്കാടിൻ്റേത്. അതുകൊണ്ട് തന്നെ ഈ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ അവർക്കൊരു ഒരു ബോധം ഉണ്ട്. എന്തായാലും വോട്ട് ചെയ്ത് പുറത്തേക്ക് വരുന്നവരോടെ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ തവണ? വലിയ രീതിയിലുള്ള ത്രികോണ മത്സരമൊക്കെ നടക്കുന്നു എന്നാണ് പറയുന്നത്. വോട്ട് ചെയ്ത് കഴിഞ്ഞു? ചെയ്തു. നേരത്തെ തന്നെ തീരുമാനിച്ചതാണോ അല്ലെങ്കിൽ ആ വ്യക്തികളെ നോക്കിയിട്ടാണോ, എന്താണ്? നേരത്തെ തന്നെ തീരുമാനിച്ചത്. അതെ. ഏതെങ്കിലും രീതിയിൽ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഈ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് അതൊക്കെ നോക്കിയിരുന്നോ? അത്യാവശ്യം നല്ലോണം ആലോചിച്ചിട്ട് തന്നെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഇപ്രാവശ്യം നല്ലൊരു പ്രതീക്ഷയുണ്ട്. എല്ലാവരും കൂടി ഇവിടെയാണല്ലോ ഇപ്പോൾ കൂടുതലും കൽപ്പാത്തി പോയിട്ടും എല്ലാം നമുക്ക് കൂടുതൽ ആൾക്കാരെ പരിചയപ്പെട്ടു, അവർ സംസാരിക്കുന്നതൊക്കെ നോക്കിയിട്ടും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. കൃത്യമായ അവലോകനത്തിന് ശേഷമാണ് വോട്ട് ആർക്ക് വോട്ട് ചെയ്യണം തീരുമാനിച്ചത്. അതെ. അപ്പോൾ ഇത്തവണ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. നല്ല പ്രതീക്ഷയുണ്ട്. അതാണ് ഒരു യുവ വോട്ടറെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. കൃത്യമായി, അതായത് ഈ രാഷ്ട്രീയ സാഹചര്യം നോക്കിയിട്ടുണ്ട്, മാറ്റങ്ങൾ ആര് കൊണ്ടുവരുമെന്ന് പരിശോധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തിയത് എന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വോട്ട് ചെയ്യാനും ചില യുവാക്കളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ആദ്യമായിട്ടാണോ വോട്ട് ചെയ്യുന്നത് അതോ നേരത്തെ വോട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരുപാട് വോട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ ഈ യുവതലമുറ എന്ന രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ, ഈ ഉപതെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് കാണുന്നത്? ഓഫ്കോഴ്സ് നമ്മളൊരു യൂത്ത് തന്നെ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്തവണ ഒരു മാറ്റം മുഴുവനായി വികസന കാര്യത്തിലായാലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ആയാലും യൂത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവുമെന്ന് തന്നെയാണ്. അതെ, അത് തന്നെയാണ് പ്രതീക്ഷ. അതേപോലെ ഈ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചർച്ചകൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വിലയിരുത്തിയതിന് ശേഷമാണോ ഇത്തരത്തിലൊരു വോട്ട് അല്ലെങ്കിൽ വോട്ട് ചെയ്യാമെന്നൊരു തീരുമാനത്തിലേക്ക് വന്നത്? തീർച്ചയായും. അപ്പോൾ വലിയ വിവാദങ്ങളൊക്കെ ചർച്ചയായിട്ടുണ്ട് വ്യക്തി എന്ന രീതിയിൽ. അതെ. അപ്പോൾ അതൊക്കെ പരിശോധിച്ചതിന് ശേഷം ഫോളോ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. അങ്ങനെ എല്ലാ വിവാദങ്ങളും പരിഗണിച്ചിട്ടുണ്ട്. യൂത്ത് അല്ലെങ്കിൽ യുവജനം എന്ന രീതിയിൽ ആരാണ് ഏറ്റവും കൂടുതലായി ഗുണം ചെയ്യുക എന്ന് പരിശോധിച്ചിട്ടുണ്ട്. അതിനുശേഷം കൃത്യമായ വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം മാത്രമാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. തിരക്ക് തിരക്ക് കുറച്ച് കുറവാണ്. സരീഷ് നിൽക്കുന്ന ബൂത്തിൽ നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല തിരക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ വരും മണിക്കൂറുകളിൽ വീണ്ടും തിരക്ക് കൂടി വരും എന്ന് തന്നെയാണ് നമ്മൾ ഈ ഇപ്പോഴുള്ള ട്രെൻഡ് അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ